പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, തേർഡ് അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഇവിടെ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പ്രധാനപ്പെട്ട സംശയങ്ങളാണ് നമ്മളിവിടെ അഡ്രസ് ചെയ്യുന്നത്. തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചവർ എന്ത് ചെയ്യണം, അലോട്ട്മെന്റ് തീരെ ലഭിക്കാത്തവർ എന്ത് ചെയ്യണം, ഉദ്ദേശിച്ച ഗ്രൂപ്പുകളിൽ ലഭിക്കാതെ ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നവർ ട്രാൻസ്ഫർ പ്രക്രിയ എങ്ങനെയായിരിക്കും. ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് മുമ്പ് ലഭിച്ച അലോട്ട്മെന്റിൽ അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ, ഇനി ഉള്ള ഒഴിവിലേക്ക് മറ്റൊരു ഒഴിവിലേക്ക് ഞങ്ങൾക്ക് മാറാൻ പറ്റുമോ എന്ന സംശയങ്ങളും ചോദിക്കുന്നുണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും നമുക്ക് വിശദമായ ചർച്ചയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് പരിശോധിക്കുന്നത് തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചവർ എന്ത് ചെയ്യണമെന്നതാണ്. തേർഡ് അലോട്ട്മെന്റ് സമയത്ത് ഒരു താൽക്കാലിക അഡ്മിഷൻ എന്ന അവസരം ഇല്ല. അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചവർ അവർക്ക് അലോട്ട്മെന്റ് ലഭിച്ച സ്കൂളുകളിൽ പെർമനന്റ് അഡ്മിഷൻ നേടുകയും അവിടെ ഫീസ് അടക്കുകയും അവരുടെ എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും അവിടെ ആ അലോട്ട്മെന്റ് ഏത് സ്കൂളിലാണോ ആ സ്കൂളിൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. അവിടെ താൽക്കാലിക അഡ്മിഷൻ എന്ന ഒരു ഓപ്ഷന് തേർഡ് അലോട്ട്മെന്റിനോടുകൂടി അവസരമില്ല. കാരണം അലോട്ട്മെന്റ് പ്രക്രിയയിലെ മെയിൻ ഫേസ് അഥവാ മുഖ്യ ഘട്ടത്തിലെ അവസാന അലോട്ട്മെന്റ് ആണ് തേർഡ് അലോട്ട്മെന്റ്. ഇനി നടക്കുന്നത് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ മാത്രമാണ്. രണ്ടാമത്തെ ചോദ്യം, അലോട്ട്മെന്റ് ലഭിക്കാത്തവർ എന്ത് ചെയ്യണമെന്നതാണ്. തീരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്ത വിദ്യാർത്ഥികൾ കാത്തിരിക്കുക എന്നത് മാത്രമാണ് ഇവിടെ പരിഹാരം. അവർ പിന്നീട് ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന സമയത്ത് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾക്ക് വേണ്ടി അവരുടെ അപേക്ഷ പുതുക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ചോദിക്കുന്നത്, എങ്ങനെ അപേക്ഷ പുതുക്കുക? മുമ്പ് അപേക്ഷ ചെയ്തതുപോലെ തന്നെ അവരുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് കാൻഡിഡേറ്റ് ലോഗിനിൽ കയറുകയും അവിടെ ഓപ്ഷൻസ് ആഡ് ചെയ്യുകയും മറ്റെന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തി സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിൽ അപേക്ഷ കൊടുത്തിരുന്ന എല്ലാ ഓപ്ഷനുകളും ഇവിടെ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. അതോടൊപ്പം സപ്ലിമെന്ററി അലോട്ട്മെന്റുകളിലേക്ക് അപേക്ഷ നൽകുമ്പോൾ വേക്കൻസി റിപ്പോർട്ട് പരിശോധിക്കണം. ഓരോ സ്കൂളുകളിലും എത്ര ഒഴിവുകളുണ്ട് എന്ന കൃത്യമായ രേഖ ഗവൺമെന്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആ ലിസ്റ്റ് പരിശോധിച്ച് വേക്കൻസി ഉള്ള സ്കൂളുകളിലേക്ക് മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേക്കൻസി ഉള്ള സ്കൂളുകൾ, വേക്കൻസി ഉള്ള ഗ്രൂപ്പുകൾ തുടങ്ങിയവയിലേക്ക് മാത്രമേ സപ്ലിമെന്ററി അലോട്ട്മെന്റ് സമയത്ത് അപേക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം എന്തെങ്കിലും കാരണങ്ങളാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ട് അവരെ റിജക്റ്റ് ചെയ്തവരാണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ അവരുടെ തെറ്റ് തിരുത്തി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഇനി അടുത്ത ചോദ്യം, ട്രാൻസ്ഫർ എങ്ങനെയാണ് എന്നാണ്. ഞങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ കിട്ടിയ അലോട്ട്മെന്റ് മറ്റൊരു ഗ്രൂപ്പിലേക്കോ മറ്റൊരു സ്കൂളിലേക്കോ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്ന ചോദ്യവുമുണ്ട്. ഇതിനും ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ഏകജാലകത്തിലൂടെ നിർദ്ദേശിക്കുന്ന സമയപരിധിക്കുള്ളിൽ ഏകജാലകത്തിലൂടെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കണം. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അത് അലോട്ട്മെന്റ് തന്നെയാണ്. അപ്പൊ എങ്ങനെ അലോട്ട്മെന്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം? അത് അപ്ലൈ ത്രൂ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ തന്നെ, നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ തന്നെ നിങ്ങൾ അത് ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. അത് വിദ്യാർത്ഥി തന്നെയാണ് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത്. ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വിദ്യാർത്ഥിക്ക് വേണ്ട എത്ര സ്കൂളുകൾ വേണമോ അത്രയും സ്കൂളുകൾ ട്രാൻസ്ഫറിനുള്ള അപേക്ഷയുടെ ഉള്ളിൽ ചേർക്കുകയും സബ്മിറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. ഈ സന്ദർഭത്തിൽ ഒഴിവുകളുടെ ലിസ്റ്റ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒഴിവുള്ള സ്കൂളിലേക്കും ഒഴിവില്ലാത്ത സ്കൂളിലേക്കും ട്രാൻസ്ഫർ സമയത്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം, ഒരു കുട്ടിക്ക് തേർഡ് അലോട്ട്മെന്റ് ലഭിച്ചു, പക്ഷെ ഇപ്പോൾ കിട്ടിയ സ്കൂള് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ പറ്റുമോ എന്ന ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. സാധ്യമല്ല എന്നതാണ് അതിന്റെ ഉത്തരം. കാരണം അഡ്മിഷൻ എന്ന് പറയുന്നത് ബുക്കിലോ സ്കൂളിലോ അല്ല അഡ്മിഷൻ നടക്കുന്നത്. നേരെ മറിച്ച് എല്ലാ അഡ്മിഷനുകളും സ്കൂളിൽ നിന്ന് ഓൺലൈനിലൂടെ തിരുവനന്തപുരത്തിരിക്കുന്ന സെൻട്രൽ അഡ്മിഷൻ രജിസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് മാത്രമാണ് അഡ്മിഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥി തേർഡ് അലോട്ട്മെന്റിലൂടെയോ അല്ലെങ്കിൽ മറ്റൊരു അലോട്ട്മെന്റിലൂടെയോ ട്രാൻസ്ഫറിലൂടെയോ മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിയുടെ
ഹാജർ വിളിക്കുന്നത് പുതിയ എവിടെയാണോ അലോട്ട്മെന്റ് ഉള്ളത് ആ വിദ്യാലയത്തിലായിരിക്കും ആ കുട്ടിയെ ഹാജർ വിളിക്കുന്നത്. ആ കുട്ടി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞു. അപ്പോൾ സെൻട്രൽ അഡ്മിഷൻ രജിസ്ട്രി എന്ന് പറയുന്ന സിംഗിൾ വിൻഡോ ഏകജാലകം എന്നൊക്കെ പറയുന്ന സമ്പ്രദായമായതുകൊണ്ട് എവിടെയാണോ അലോട്ട്മെന്റ് അവിടെയാണ് കുട്ടി ഉള്ളത്. അതുകൊണ്ട് അഡ്മിഷൻ ഓൺലൈനിലാണ്, കുട്ടിക്ക് എവിടെയും നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിന് ഉത്തരവും ഇവിടെ തന്നെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരു കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചു, ഉദാഹരണം ഹ്യൂമാനിറ്റീസിൽ അലോട്ട്മെന്റ് ലഭിച്ചു. കുട്ടി പറയുകയാണ് അവിടെ കൊമേഴ്സിൽ ഒഴിവുണ്ട്, എനിക്ക് അങ്ങോട്ട് മാറാൻ പറ്റുമോ? പറ്റില്ല. സ്കൂളിലുള്ള ഒരു ഒഴിവിലേക്ക് മാറാൻ പറ്റുമോ? ഇല്ല. അതിനും അലോട്ട്മെന്റ് തന്നെയാണ്. അപ്പോൾ അതും ഏതിലൂടെ അപേക്ഷ നൽകണം? കാൻഡിഡേറ്റ് ലോഗിലൂടെ അപേക്ഷ നൽകണം. അപ്പോൾ ട്രാൻസ്ഫറിലൂടെ മാത്രമേ ഒരു കുട്ടിക്ക് മറ്റൊരു സ്കൂളിലേക്കാണെങ്കിലും ആ സ്കൂളിലെ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്കാണെങ്കിലും മാറണമെന്നുണ്ടെങ്കിൽ അതിന് അലോട്ട്മെന്റ് വേണം. അല്ലാതെ സ്കൂൾ തലത്തിൽ നടത്തുന്ന ഒരു മാറ്റമല്ല ഏകജാലക സംവിധാനത്തിലൂടെയുള്ള അഡ്മിഷൻ പ്രക്രിയ. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, തേർഡ് അലോട്ട്മെന്റ് സമയത്ത് മെറിറ്റ് കോട്ട അലോട്ട്മെന്റ് നടക്കുന്നു, സ്പോർട്സ് കോട്ട അലോട്ട്മെന്റ് നടക്കുന്നു. അതോടൊപ്പം കമ്മ്യൂണിറ്റി കോട്ടയിലെ അലോട്ട്മെന്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതും നടക്കുന്നു. മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ നടക്കുന്നു. അതോടൊപ്പം അൺഎയ്ഡഡ് കോട്ട അഡ്മിഷൻ നടക്കുന്നു. അതുകൊണ്ട് ഈ 5 അലോട്ട്മെന്റുകൾ 3ാം അലോട്ട്മെന്റ് സമയത്ത് നടക്കുന്നതാണ്. ഒരുപക്ഷെ അലോട്ട്മെന്റിന്റെ കാലാവധി 2 ദിവസമേ ഉണ്ടാവാം. പക്ഷെ ഈ 2 ദിവസത്തിനുള്ളിൽ കുട്ടിക്ക് ഏതാണോ ലഭ്യമായത്, അല്ലെങ്കിൽ ഏതാണോ കിട്ടിയത്, അല്ലെങ്കിൽ ഏതാണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുകയും അത് തീരുമാനിച്ചുറപ്പിച്ച ശേഷം മാത്രമേ അഡ്മിഷൻ എന്ന പ്രക്രിയയിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു കോട്ടയിൽ പ്രവേശനം നേടുകയാണെങ്കിൽ, അതായത് 1ാമത്തെ ദിവസം ഇന്ന് പോയിട്ട് ഒരു സ്കൂളിൽ ചേർന്നു, എന്നിട്ട് പറയുകയാണ് എനിക്ക് നാളെ മറ്റൊരു സ്കൂളിൽ ലഭിച്ചു, അല്ലെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റിയിൽ കിട്ടി, അല്ലെങ്കിൽ അവിടെ മാനേജ്മെന്റിൽ കിട്ടി, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ ആ കുട്ടി ബുദ്ധിമുട്ട് നേരിടും എന്നാണ് ഈ പറയുന്ന സർക്കുലറിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത്തരം ഒരു പ്രോസസ്സിൽ, അതായത് ഇങ്ങനെ വിവിധ കോട്ടകൾ അഡ്മിഷൻ നടക്കുന്നത് കൊണ്ട് ഒരു കുട്ടി അലോട്ട്മെന്റിൽ ആ കുട്ടിയുടെ അഡ്മിഷൻ പരിശോധിക്കുക, അതോടൊപ്പം കമ്മ്യൂണിറ്റി കോട്ടയിൽ ആ കുട്ടിയുടെ അലോട്ട്മെന്റ് സ്റ്റാറ്റസ് ഒന്നുകൂടി പരിശോധിക്കുക, അതോടൊപ്പം മറ്റു കോട്ട മാനേജ്മെന്റ് കോട്ടയോ അൺഎയ്ഡഡ് കോട്ടയോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അലോട്ട്മെന്റ് സാധ്യതയും ഒന്ന് പരിശോധിക്കുക എന്നതാണ് ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ.